മക്കളെ ആലിളകല് തുടങ്ങി. ഇന്ന് മുതൽ കേൾക്കണതിപ്പോ പെരിന്തൽമണ്ണ മണ്ഡലത്തിലെ സുൽത്താൻ വരുന്നു. കെട്ടി ജലീൽ അപ്പൊ ആലിളകല് തുടങ്ങി. നജീബിന്റെ ഒക്കെ നെഞ്ചെടുപ്പ് കൂടി. അല്ല ചങ്ങായിമാരെ, ഇവിടെ മലപ്പുറം ജില്ലയിൽ മണ്ഡലങ്ങൾ വേറെ ഉണ്ടല്ല. അതുമല്ല, ഈ CPM-ന് പിന്നെ സ്ഥാനാർത്ഥിയായി നിർത്താൻ വേറെ ആരുമില്ലേ? CPM-ൽ സ്വതന്ത്രന്മാരായി സ്ഥാനാർത്ഥി ഈ ഒരു സാധനം മാത്രം തന്നെ ഉള്ളൂ. ഇത് നിങ്ങൾ കുറേ കാലങ്ങളായാലും ഇങ്ങനെ ഞങ്ങളങ്ങനെ പേടിപ്പിക്കണ്. ലീഗേര് UDF-നൊക്കെ ഇതാ കണ്ടോളി എന്നിട്ട് പണ്ടാരോ പറഞ്ഞ മാതിരി വലിയ പെരുന്നാൾക്ക് ഇറക്കാൻ വേണ്ടി കൊണ്ടുവരുന്ന കന്നിനമാതിരി. കാരണം വലിയ പെരുന്നാൾക്ക് ഒതുവ് ഇറക്കാനുള്ള കന്നിനൊക്കെ ഒന്ന് അങ്ങാടി കൂടെ കൊണ്ടെടുക്കും. ആളുകളൊന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചു. ഒന്ന് ആളുകളൊന്ന് കണ്ടൊന്ന് രസിക്കട്ടെ ശരി എന്നതുപോലെ നിങ്ങൾ ഇയാളെ കൊണ്ടുവന്നിട്ട് പേടിപ്പിക്കുകയാണ് ഞങ്ങളെ. ഇവിടെ ആര് പേടിക്കാനാണ്? ഇവിടെ ആർക്കാണ് പേടി? ഇവിടെ ആർക്കാണ് നെഞ്ചുടിപ്പ്? പിന്നെ നജീബിനാണല്ലോ പറഞ്ഞത്, കാത്തുപുരം നജീബ് അവിടെ ജയിച്ച് കിടക്കുകയാണ്. തൽക്കാലം ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തിരിക്കുക നജീബ്. അവിടുത്തെ ജനങ്ങളും മനസ്സിലായ നജീബിനവിടെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞ് അവിടുത്തെ പിന്നെ പെരിന്തൽമണ്ണത്തെ ജനങ്ങൾ വോട്ടർമാർ. പിന്നെ ആരെ പേടിക്കാനാണ് നിങ്ങൾ ഈ കൊണ്ടെടുക്കുന്നത്? ഇയാൾക്ക് വേറെ എവിടെ നിൽക്കാനും ഇല്ല. ഞങ്ങൾക്ക് ഈ മീശ വിറ്റലുണ്ടല്ല, ഈ മീശ വിരിക്കൽ അത് എന്നും വേണട്ട. ഈ മീശ വിരിക്കലുണ്ടല്ല അത് എന്നും വേണം. കാരണം ഈ ചങ്ങായി നിങ്ങൾക്ക് ഈ മീശ വിരിക്കാനുള്ള ധൈര്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഈ ചങ്ങായിക്ക് നിൽക്കാനുള്ള ധൈര്യം എവിടെ ഇല്ല. അതുകൊണ്ടാണല്ല ഈ തവന്നൂരിന്ന് പിന്നെ കഴിച്ചിലായി. തവന്നൂർ അതിൽ കിട്ടില്ല. കാരണം ഒരു മണ്ഡലത്തിൽ പോലും, സ്വന്തം വാർഡിൽ പോലും, അല്ലെങ്കിൽ സ്വന്തം പിന്നെ സ്ഥലത്ത് പോലും അദ്ദേഹത്തിന്റെ CPM-ന് യാതൊരു ഭൂരിപക്ഷവും. എല്ലായിടത്തും UDF ആണ്. അതുകൊണ്ട് തന്നെ തവന്നൂരിൽ നിന്ന് മൂപ്പരും എല്ലാം കഴിച്ചിലായത്. താന്നൂര് നിൽക്കാൻ വേണ്ടി നോക്കി. പക്ഷെ താന്നൂരും ശരിയാവില്ല എന്ന് കണ്ടപ്പോഴാണ് മൂപ്പര് പെരിന്തൽമണ്ണയിൽ പോയത്. പെരിന്തൽമണ്ണ പോയപ്പോൾ അവിടെ പുലിയാണുള്ളത്. അവിടെ പുലിയാണുള്ളത്. നജീബ് കാന്തപുരമുള്ളത്. നജീബ് കാന്തപുരത്തെ ജനങ്ങൾ മുഴുവനും ഹൃദയത്തിൽ കയറ്റി നടക്കുകയാണ്. ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി കാത്തിരിക്കുകയാണ് അദ്ദേഹത്തെ MLA ആക്കാൻ. ആ സ്ഥലത്ത് പോയിട്ടാണ് നിങ്ങൾ ഞങ്ങളെ പേടിപ്പിക്കുന്നത്, ഈ നജീബിനെ പേടിപ്പിക്കുന്നത്. നജീബിന്റെ നെഞ്ചി ചങ്ങായിമാരെ വേറൊന്നുമില്ല. മനസ്സിലായി? ഇപ്പൊ ഈ പെരിന്തൽമണ്ണ നിൽക്കാൻ വയ്യാത്തോണ്ടല്ല പൊന്നാളിക്ക് മാറ്റിയത് ആ സാധനത്തിന്. എന്താ പൊന്നാളിക്കാർക്കും വേണ്ടപ്പം എവിടെയും വേണ്ടാത്തൊരു ചരക്കായിട്ട് വന്നിട്ട് ഇന്നിപ്പോ ഞാൻ വെറുതെ കാര്യമില്ലാതെ ഞങ്ങളെ പേടിപ്പിക്കാണ് കാട്ടിയത്. ആ കാലങ്ങളൊക്കെ കഴിഞ്ഞുപോയി. ഇനിയിപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ ഇവനെ പോലുള്ള ആളുകളുണ്ടല്ല, രാഷ്ട്രീയത്തിൽ തന്നെ ഇല്ലാതാവും. അങ്ങനെയുള്ള കുറെ ആളുകളുണ്ട്. അതിൽപ്പെട്ട ഒരാളാണ് ഈ കെട്ടിച്ചേരിയിലും. രാഷ്ട്രീയത്തിന്റെ ആ ചിത്രത്തിൽ തന്നെ മാഞ്ഞു പോകും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇവൻ നിങ്ങൾ കൊണ്ടുവന്നിട്ട് ഞങ്ങളെ പേടിപ്പിക്കരുത് ഇട്ടാ സഖാവേ.